ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ വിൻഡോസ് റൺ ചെയ്യുന്ന ലാപ്ടോപ്പ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, അതിലേക്ക് ഫയൽ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. നല്ല സ്പീഡിൽ നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം. USB 2.0യെക്കാളും കുറച്ചും കൂടി കൂടിയ സ്പീഡിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. പക്ഷേ അതിന് വേണ്ടിയിട്ട് അത് നിങ്ങളുടെ സ്പീഡ് അനുസരിച്ചിരിക്കും. നിങ്ങളുടെ മോഡം അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫൈ ഡോങ്കിൾ ആയാലും റൗട്ടർ ആയാലും അത് ഏത് വർക്ക് ചെയ്യുന്നത്, അതായത് 2.4ലാണ് വർക്ക് ചെയ്യുന്നത്, 5 GHz വർക്ക് ചെയ്യുന്നത് അനുസരിച്ചും, അതുപോലെ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ടൈപ്പ്, അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ SSD, ഇതെല്ലാം ഇതിന് ബേസിക്കാണ്. അപ്പോൾ നിങ്ങൾ SSD ഹാർഡ് ഡിസ്കുള്ള ഒരു കമ്പ്യൂട്ടറിൽ UFS 3.1 അല്ലെങ്കിൽ UFS 3.0 യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് 5 GHz സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡത്തിലൂടെയാണ് നിങ്ങൾ നിങ്ങൾ അപ് ടു 82 Mbps വരെ നിങ്ങൾക്ക് സ്പീഡിൽ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വയറൊന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ്. അതായത് നമ്മൾ പഴയ ലാപ്ടോപ്പ് PC ഒക്കെ ആയിക്കോട്ടെ, നമ്മൾക്കറിയാം നമ്മൾ ഒരുപാട് വട്ടം ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് ഈ കേബിൾ കണക്ട് ചെയ്ത് ഇത് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും നേരിടുന്നൊരു പ്രശ്നമാണ് ഡിസ്കണക്ട് ആയി പോവുക. ഒന്ന് ഫാൻ ഇട്ടാലോ, ജസ്റ്റ് ഒന്ന് ഡെസ്കിന് മുട്ടിക്കഴിഞ്ഞാലോ, ജസ്റ്റ് ഒന്ന് ഫോൺ അനങ്ങിയാലോ ഡിസ്കണക്ട് ആവും. വല്ലാത്തൊരു പ്രോബ്ലമാണ്. നമ്മൾ ഫോണ് PC ഒരുപാട് ഫയൽ ഇങ്ങനെ കോപ്പി ചെയ്യുമ്പോഴേക്കും നമുക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പം ഈ ഒരു രീതിയിൽ നിയർ ബൈ ഷെയർ ഉപയോഗിച്ച് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അതായത് ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്ട് ആവുന്ന എന്നൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. പിന്നെ ഉള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു വൈഫൈ മോഡം ഉണ്ടെങ്കിൽ നിങ്ങളുടെ PC അതുമായി കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഫോണും ഈ മോഡുമായിട്ട് കണക്ട് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഫോണിൽ ഹോട്ട്സ്പോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഹോട്ട്സ്പോട്ടിലേക്ക് PC കണക്ട് ചെയ്യും, എന്നിട്ട് അങ്ങനെ ഫയൽ സെൻഡ് ചെയ്യും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മോഡം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണ് വൈഫൈ ആയിട്ട് മോഡം കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ PC വൈഫൈ ആയിട്ടോ അല്ലെങ്കിൽ ലാൻഡ് കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുക. എൻ്റെ കേസിൽ ഞാൻ PC മോഡമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ലാൻഡ് കേബിളാണ്. അതുപോലെ തന്നെ എൻ്റെ മോഡും എൻ്റെ ഫോണും കണക്ട് ചെയ്തിരിക്കുന്നത് 5 GHz വൈഫൈയിൽ, അതായത് വൈഫൈ 5Gയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓർക്കുക, നിങ്ങളുടെ സിസ്റ്റത്തിന് നിർബന്ധമായിട്ടും ബ്ലൂടൂത്ത് വേണം. കാരണം ബ്ലൂടൂത്ത് ഉണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യും. നിങ്ങളുടെ PCയിൽ വൈഫൈ ഇല്ലെങ്കിലും നിങ്ങളുടെ PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് ലാൻഡ് കേബിൾ വഴി മോഡം അല്ലെങ്കിൽ റൗട്ടറായിട്ട് കണക്ട് ആയിരിക്കണം. പിന്നീട് നമ്മൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഫോണിൽ നിന്നും ഫയൽ സെൻഡ് ചെയ്യാം. അപ്പോൾ PC എന്തായാലും മോഡത്തിലേക്ക് കണക്റ്റായി വെക്കുക. ഇനി നിങ്ങളുടെ PC, അതായത് നിങ്ങളുടെ കയ്യിൽ ഇനി മോഡം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഹോട്ട്സ്പോട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിന് ശേഷം നിങ്ങളെ PCയുടെ വൈഫൈ നിങ്ങളുടെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ടുമായി ബന്ധിപ്പിച്ചിട്ട് അങ്ങനെ ഫയൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇവിടെ എൻ്റെ കേസിൽ ഞാൻ ഉപയോഗിക്കുന്ന ഫോണ് OnePlus 70 ആണ്. എൻ്റെ സിസ്റ്റം SSDയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പാണ്. ഇത് മോഡമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ലാൻഡ് കേബിളായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം എത്ര സ്പീഡ് ലഭിക്കുന്നുണ്ട്. നമുക്ക് രണ്ടും വയർഡ് അല്ലാത്ത രീതിയിൽ രണ്ടും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എത്ര സ്പീഡിലാണ് ഈ ഫയൽ കോപ്പി ആകുന്നു എന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം നിയർ ബൈ ഷെയർ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അവിടെ നിയർ ബൈ ഷെയർ ഫോർ PC എന്നിങ്ങനെ കാണും. അതിൽ ഫസ്റ്റ് തന്നെ ഇങ്ങനെ വരും, ട്രൈ ന്യൂ നിയർ ബൈ ഷെയർ ആപ്പ് ഫോർ വിൻഡോസ്. ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഫയൽ ഡൗൺലോഡ് ആവും. ചെറിയൊരു ഫയലാണ്, അത്രയേ ഉള്ളൂ, 1300 KB ഉള്ളൂ. ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കമ്പ്യൂട്ടറിൽ കണ്ടില്ലേ, ഇപ്പം ഇവിടെ എനിക്ക് ബ്ലൂടൂത്ത് ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. ബ്ലൂടൂത്ത് ഓൺ ആയിരിക്കണം. പിന്നെ നിങ്ങൾ വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ ഓൺ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒരു ലാൻഡ് കേബിൾ വഴി മോഡത്തിൽ കണക്ട് ആയിരിക്കുന്ന അതേ മോഡത്തിൽ തന്നെ വൈഫൈ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഫോൺ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റം ഇപ്പം കണക്ട് ആയിരിക്കുന്നത് കണ്ടില്ലേ, ഇതിപ്പം വൈഫൈ ഓഫാണ് എൻ്റെത്. പിന്നെ ഈ ലാൻഡ് കേബിൾ വഴിയാണ് കണക്ട് ആയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫർ സ്പീഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 1000 Mbps ആണ്, കണ്ടില്ലേ, 1000 Mbps വരെ ഇതിന് ലിങ്ക് സ്പീഡ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് 5G മോഡാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫോൺ കാണിച്ചുതരാം. ഞാൻ ഇവിടെ ഫോൺ ഓൺ ചെയ്തിട്ടുണ്ട്. ഫോൺ ഓൺ ചെയ്താൽ നമുക്കതിൽ വൈഫൈ ഇത് കണ്ടില്ലേ, ഇതിപ്പം കണക്ട് ആയിരിക്കുന്നത് എൻ്റെ മോഡായിട്ട് കണക്ട് ആയിട്ടുണ്ട്. 866 Mbps എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, 5G ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് ഗൂഗിളിൻ്റെ നിയർ ബൈ ഷെയർ ഓൺ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ വിൻഡോസ് ബട്ടൺ പ്രസ് ചെയ്യുന്നു, എന്നിട്ട് നിയർ എന്ന് അടിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവം വരും, നിയർ ബൈ ഷെയർ ബീറ്റ ഫ്രം ഗൂഗിൾ.
ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റെഡി ടു റിസീവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കീപ്പ് എവരി വൺ മോഡ് ഓൾ ടൈം. അപ്പം ആരിൽ നിന്നും റിസീവ് ചെയ്യാന്നുള്ളത് ഞാൻ എവരി വൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ വേറെ ആൾക്കാരാരുമില്ല, ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് സേഫ് അല്ല, കാരണം ആർക്കും വേണമെങ്കിലും അയക്കാം. പക്ഷേങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ച് നമ്മൾ എളുപ്പത്തിൽ നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്ന് ഒരു ഗെയിം പ്ലേ ഇതിലേക്ക് അയക്കാൻ പോവുകയാണ്. അപ്പോൾ മൈ ഫയൽസ് എടുക്കുന്നു. ഇവിടെ ഞാൻ കളിച്ച് വെച്ചൊരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 1.02 GB ആണ് കേട്ടോ. അത് നമ്മൾ എടുത്തു. അതെടുത്തിട്ട് നമ്മളിവിടെ ഷെയർ കൊടുക്കുന്നു. ഇപ്പം ഫസ്റ്റ് തന്നെ ഇവിടെ കാണാം ഷെയർ വിയ നിയർ ബൈ, അത് നമ്മൾ കൊടുക്കുന്നു. അപ്പം സെർച്ച് ചെയ്തു, അപ്പോൾ തന്നെ വന്നു അർഫാത്ത് ഡെസ്ക്ടോപ്പ് എൻ്റെ പേരിലുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ആക്സെപ്റ്റ് കൊടുക്കുന്നു. അല്ലേ, സ്പീഡ് ഉണ്ടല്ലേ, ഏകദേശം ഇവിടെ കാണുന്നവർക്ക് 22, 25, 24 Mbps ഒക്കെയാണ് ഇവിടെ സ്പീഡ് ലഭിക്കുന്നത്. പക്ഷേ എനിക്ക് ഒരു സമയത്ത് എനിക്ക് 80 Mbps വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 30 വരെ പോയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് 80 Mbps വരെ ഇതിൽ സ്പീഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താണെന്നറിയില്ല, അത്രയും കുറച്ച് സ്പീഡ് കുറവാണ്. നമുക്കൊന്ന് PC റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം, സ്പീഡ് കൂടുമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യാം. അത് നമ്മുടെ PC ഇപ്പോൾ നമ്മൾ സാധാരണ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തമായിട്ട് കട്ടാവില്ല. അപ്പം ഇങ്ങനെ കുറേ ദിവസം ഉപയോഗിക്കുമ്പോൾ PC ക്ക് ചില പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഒന്ന് റീസ്റ്റാർട്ട് അടിച്ചാൽ റെഡിയാവും. ഇവിടെ റീസ്റ്റാർട്ട് ചെയ്തു, PC ഓണായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഫോണും കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി കണക്ട് ചെയ്തുകൊണ്ട് സ്പീഡ് കുറഞ്ഞാന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഫോണ് സ്ക്രീൻ PC യിലേക്ക് എടുത്തിട്ടില്ല. ഡയറക്റ്റ് ഫോണിൽ നിന്ന് ഇതിലേക്ക് ഫയൽ അയക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എത്രത്തോളം സ്പീഡ് ലഭിക്കുന്നുള്ള കാര്യം. ഇതിൽ കിട്ടുന്ന Mbps എന്ന് പറയുന്നത് അത് വലുതാണ് കേട്ടോ. 82 എന്ന് പറയുന്നത് 82 Mbps ആണ്, വലിയ ബി ആണ്. അത് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കാം എത്ര വരുന്നുണ്ടെന്ന് ലാസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സെക്കൻഡിൽ എത്ര Mbps എന്നുള്ളത് കണക്കാക്കാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ മറ്റൊരു ഫയലാണ് അയക്കുന്നത്, ഒരു മൂവി ഫയലാണ് അയക്കുന്നത്. അപ്പോൾ അതിൽ എത്ര സ്പീഡ് ലഭിക്കും നോക്കാം. ഫോണിൽ ഷെയർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഡെസ്ക്ടോപ്പ് കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ റിസീവ് ആവുന്നുണ്ട്, കണ്ടില്ലേ. അത് ആ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഏകദേശം 75 Mbps നമ്മൾക്ക് സ്പീഡ് ലഭിക്കുന്നുണ്ട്. 78 ആ ഒരു സ്പീഡ് ലഭിക്കുന്നുണ്ടായിരുന്നു. 7 സെക്കൻഡ്, 3 സെക്കൻഡ്. ഓക്കെ, നമ്മൾ അത്രയും സെക്കൻഡിനുള്ളിൽ ഡൗൺലോഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ആ ടൈമർ ഒന്ന് വെച്ച് നോക്കാം, ഒന്നുകൂടി അയച്ചിട്ട്. അപ്പം എന്നിട്ട് നമ്മൾക്ക് രണ്ട് തരത്തിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് വാച്ച് എടുക്കാനുണ്ട്. ഓക്കെ, നമുക്കിവിടെ സ്റ്റോപ്പ് വാച്ചാണ് വേണ്ടത്. നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നോക്കാം എത്ര സെക്കൻഡ് കൊണ്ടാണ് റിസീവ് ആകുന്നത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ വേറൊരു ഫയലാണ് അയക്കാൻ പോകുന്നത്, ഒരു മൂവിയാണ് കേട്ടോ. അപ്പം ഇത് 1.10 GB ആണ്. എത്ര സെക്കൻഡ് കൊണ്ട് നമ്മളിലേക്ക് റിസീവ് ആകുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഫോണിൽ ഷെയർ കൊടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പ് കാണിച്ചു, നമ്മൾ ക്ലിക്ക് ചെയ്തു, ആക്സെപ്റ്റ് കൊടുത്തു. നമ്മൾ അതിൽ തന്നെ ടൈമർ ഓൺ ചെയ്തു. പെട്ടെന്നായപ്പോൾ തെറ്റിപ്പോയത്. 12 സെക്കൻഡ്സ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. നോക്കാം എത്ര സെക്കൻഡ് കൊണ്ട് റിസീവ് ആകുന്നുണ്ട്. ഏകദേശം 82 Mbps നമുക്ക് സ്പീഡ് കിട്ടുന്നുണ്ട്. വലിയ MB ആട്ടോ, ചെറുതല്ല Mbps. ഓക്കെ, അയ്യോ കുറച്ച് സെക്കൻഡ് കൂടിപ്പോയി. അപ്പോൾ 15 സെക്കൻഡിനുള്ളിൽ ഏകദേശം നമ്മൾക്ക് ഈ പറയുന്ന ഫയൽ ആയിട്ടുണ്ട്. ഫയലാണ് ഓപ്പൺ ആവുക ഇനി. ഓക്കെ, നമ്മളിവിടെ ഞാൻ ഫയൽ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അതായത് ഡൗൺലോഡ്സിലാണ് ഉണ്ടാവുക ഈ പറയുന്ന ഫയലൊക്കെ. നമ്മൾ 2 വട്ടം ഇത് ചെയ്ത ഫയൽ ഇവിടെ കാണാം. ഡീറ്റെയിൽസ് എടുത്ത് നോക്കാം. ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 1.109. ഫോണിലിത് 1.10 എന്ന് കാണിക്കുന്നത്, ഇവിടെ 9 ഉള്ളൂ. അപ്പം ഈ ഒരു സ്പീഡ് നിങ്ങൾ കണ്ടില്ലേ. അതായത് USB കേബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കോപ്പി ചെയ്യാം. അപ്പോൾ എത്ര സെക്കൻഡ് എടുക്കും നോക്കാം. ഓക്കെ, നമ്മുടെ ഫോൺ ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. OnePlus ഞാനിപ്പോൾ കണക്ട് ചെയ്ത് USB Type-C കേബിളാണ് കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു ഇതും 3.0 എന്നാണ് തോന്നുന്നു സപ്പോർട്ട് ചെയ്യുന്നത്. 2.0 അല്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഒരു പുതിയ വിൻഡോ തുറക്കാം. ഓക്കെ, രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പറയുന്ന മൂവി ഫയൽ ഇതിലേക്ക് കോപ്പി ചെയ്തിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോണിൻ്റെ അകത്ത് OnePlus 70 ആൻഡ്രോയിഡ് ഫോണ്
അതിനകത്ത് നമ്മൾ ഈ പറയുന്ന സിനിമ കോപ്പി ചെയ്തു, അതുപോലെ തന്നെ മൂവീസിലേക്ക് ഇട്ടു. ഇതൊരു SSD ആണ് കേട്ടോ. ഈ കോപ്പി ചെയ്തിടുന്നത് ഡ്രൈവ് ഒരു SSD ആണ്. അയ്യോ, ക്യാൻസൽ. നമ്മൾ സമയം സെറ്റ് ചെയ്തില്ല. നേരത്തെ നമുക്കൊരു 15 സെക്കൻഡ് അടുത്താണ് കിട്ടിയത്. അപ്പം ഇതിലൊന്നുകൂടി സമയം സെറ്റ് ചെയ്യാം. നമ്മളിവിടെ ഇടുന്നു, ക്ലിക്ക് ചെയ്യണം. ഓക്കെ, നേരത്തെ 15 സെക്കൻഡ് കൊണ്ടാണ് നമുക്ക് ഈ വൈഫൈ വഴി നമ്മൾ ഷെയർ ചെയ്തെടുത്തത്. അപ്പം ഈ പറയുന്ന കേബിൾ ഉപയോഗിച്ചിട്ട് എത്രയാണ് എനിക്കിത് കറക്റ്റ് അറിയില്ല. അത് USB Type C ആണ്. പിന്നെ USB 3.0 ആണോ അല്ല 2.0 ആണോ എന്ന് കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്തായാലും USB വഴി കോപ്പി ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം ഇത്ര സ്പീഡാണ് ലഭിക്കുന്നത്. നോക്കാം നമുക്ക്. ഓക്കെ, 28 സെക്കൻഡ്സ്, 30 സെക്കൻഡ് കൂട്ടിക്കോളൂ. അപ്പോൾ ഏകദേശം ഡബിൾ ടൈം എടുത്തു എനിക്കിത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലൊരു സംഭവമാണ്, കാരണം ഇത്രയും സ്പീഡിൽ നമുക്ക് ഫയൽ അയക്കാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പം എന്തായാലും സൂപ്പറാണ്. പിന്നെ എനിക്ക് ഇത്രയും സ്പീഡ് കിട്ടാൻ കാരണം ഒന്നാമത് എൻ്റെ മോഡം 5G ആണ്. 5G മോഡത്തിലേക്കാണ് ഞാൻ എൻ്റെ ഫോണിൻ്റെ വൈഫൈ കണക്ട് ചെയ്തിട്ടുള്ളത്. അതേ 5G മോഡത്തിലേക്കാണ് ലാൻ കേബിൾ ഉപയോഗിച്ചിട്ട് എൻ്റെ സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സ്പീഡ് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീട്ടിലും മോഡും അതുപോലെ തന്നെ ലാപ്ടോപ്പ് PC ഒക്കെ ഇതേപോലെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഫയൽ പെട്ടെന്ന് അയക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ കിട്ടിയ 82 Mbps ഈ ഇൻ്റർനെറ്റ് സ്പീഡൊക്കെ പറയുന്നതിലേക്ക് മാറ്റി നോക്കാം. അപ്പോൾ 82 ഗുണിക്കണം 8. സാധാരണ പറയുന്ന സ്പീഡിനെ ഇപ്പം 100 Mbps സ്പീഡ് എന്ന് പറയുമ്പോൾ 100നെ 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 12 ഏകദേശം ആ റേഞ്ച് കിട്ടും. അപ്പം നമ്മൾ കിട്ടിയിരിക്കുന്ന ഈ 82നെ 8 കൊണ്ട് നമ്മൾ ഗുണിക്കാം നേരെ തിരിച്ച്. അപ്പം 656 Mbps സ്പീഡിലാണ് നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ആയി കിട്ടിയത്. ഓക്കെ, 1 GB നമ്മൾ 15 സെക്കൻഡ് കൊണ്ടാണ് ഡൗൺലോഡ് ആക്കിയത്, അല്ലെങ്കിൽ ഫോണിൽ നിന്ന് കോപ്പി ചെയ്തെടുത്തത്. അത് സ്പീഡ് പറയുമ്പോൾ 656 Mbps, അതായത് 82 MB/s ആ ഒരു സ്പീഡിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തു. അപ്പം 656 Mbps ആയിരുന്നു ആ കണക്ഷൻ്റെ സ്പീഡ്. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഡൗട്ട് വരാം. അപ്പോൾ ഞാൻ ഡൗട്ട് തീർത്ത് തരാം. കാരണം നമ്മുടെ ഫയൽ ഉണ്ടായിരുന്നത് 1100 MB ആയിരുന്നു, അതായത് 1 GB 1.10 GB, അതായത് ഏകദേശം 1100 കൂട്ടിക്കോളും. അതിന് നമുക്ക് 8 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഏകദേശം കിട്ടുന്നത് 88,000 എന്നാണ്. അപ്പം ഈ 88,000നെ ഹരിക്കണം നമ്മൾ പറഞ്ഞിരിക്കുന്ന 656 Mbps കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 13 സെക്കൻഡ്, 13.5 സെക്കൻഡ്, 14 സെക്കൻഡ് കൊണ്ട് നമുക്ക് 14 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഏകദേശം ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പം ഇതാണ് ആ സ്പീഡ് കേട്ടോ. എനിക്ക് കൺഫ്യൂഷൻ വേണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, വൈഫൈ ഉപയോഗിച്ചിട്ട് ഫോണിൽ നിന്നും എങ്ങനെയാണ്, അതായത് നിയർബൈ ഷെയർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഫോണിൽ നിന്നും എങ്ങനെയാണ് PC യിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഉപകാരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.